തൃശ്ശൂർ ജില്ല കോൺഗ്രസിന് വളരെ ശക്തിയുള്ള ജില്ലയാണ്. എറണാകുളം ജില്ല പോകുന്നത്. എനിക്ക് തൃശ്ശൂരിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാനൊരു കുറച്ച് നാൾ തൃശ്ശൂർ DC പ്രസിഡന്റിന്റെ ചുമതലയുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു ജില്ലാക്കാരന് ഒരു ജില്ലയിലെ ചുമതല നൽകുന്നത്. എനിക്ക് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ അറിയാം, അവരുടെ ആത്മാർത്ഥത അറിയാം. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരുള്ള ഒരു ജില്ലയാണ്. പക്ഷേ ഈ പ്രാവശ്യം വളരെ ദയനീയമായിരുന്നു മറ്റുള്ള സ്ഥിതിയോടെ. 3 നിയോജകമണ്ഡലങ്ങളിൽ മാത്രമേ അല്പം ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ. ഇന്ന് ചാലക്കുടി, പിന്നെ ഗുരുവായൂർ, ഇന്ന് നേരിയ ഭൂരിപക്ഷം വടക്കാഞ്ചേരി. ബാക്കിയുള്ള എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിനാണ് പരാതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ല തിരിച്ചു പിടിക്കണം. തൃശ്ശൂർ ജില്ല തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ ഒരു ആത്മപരിശോധന നടത്തി തെറ്റുകൾ തിരുത്തേണ്ടത് തിരുത്തി ശക്തമായ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവന്ന് അതിന് പിന്തുണ കൊടുത്ത് അത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടത് കൂട്ടായ പ്രവർത്തനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തൃശ്ശൂരിൽ എൻ്റെ 3 അസംബ്ലി സെഗ്മെൻറ്റ്സാണുള്ളത്. അതിൽ ചാലക്കുടി മാത്രമേ ഒരു UDF മുൻതൂക്കമുള്ളത്. മറ്റത് LDF വലിയ മുൻതൂക്കമുണ്ടായ സ്ഥലമാണ് നമ്മുടെ കൈപ്പമംഗലവും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ. അവിടെയൊക്കെ എനിക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം കൊടുങ്ങല്ലൂരിൽ UDF ഭൂരിപക്ഷം കേവലം 331 വോട്ടാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയതാണ്. കൈപ്പമംഗലത്ത് അവർക്ക് 30,000-ലധികം ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്ത് അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞ് 10,000-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഗുണപരമായൊരു മാറ്റമാണ്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, മറ്റു പല പ്രദേശങ്ങളിൽ വളരെ ദയനീയമായി കോൺഗ്രസ് പുറകോട്ട് പോയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സ നടത്തിയാൽ മാത്രമേ അത് മാറ്റിയെടുക്കാൻ